നമസ്കാരം. 33 കൊല്ലം കമ്മ്യൂണിസ്റ്റുകാർ മാറി മാറി ഭരിച്ചു നശിപ്പിച്ച പശ്ചിമ ബംഗാൾ. ബുദ്ധദേവ് ഭട്ടാചാര്യയും ജ്യോതി ബസുവും മാറി മാറി ഭരിച്ചിട്ടാണ് ബംഗാളിനെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബംഗാളിൽ നിന്നുള്ള വാർത്തകളും കാഴ്ചകളും ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ഇന്ന് ബംഗാളിലെ CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പോലും ആളില്ലാത്ത അവസ്ഥയാണ്. പ്രവർത്തിക്കാൻ ആളെ തേടി പരസ്യം നൽകേണ്ട ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നു CPM. പണ്ട് സഖാക്കളായിരുന്നവരും അവരുടെ മക്കളും മരുമക്കളുമൊക്കെ ജോലി തേടി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ അഭയം പ്രാപിച്ചിരിക്കുന്നു. ബംഗാളിന്റെ വൃത്തിഹീനമായ തെരുവുകളും ദാരിദ്ര്യം നിറഞ്ഞ മനുഷ്യജീവിതവും എല്ലാം നമുക്ക് ഇന്നത്തെ ബംഗാളിൽ കാണാം. പക്ഷേ പുതിയ തലമുറയ്ക്ക് അറിയാത്ത ഒരു ബംഗാളുണ്ട്. ബംഗാളിനുമുണ്ടായിരുന്നു ഒരു സുവർണകാലം. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനമായിരുന്നു ബംഗാളിലെ കൊൽക്കത്ത, പഴയ കൽക്കട്ട. 1772 മുതൽ 1911 വരെ ബ്രിട്ടീഷുകാർ കൊൽക്കട്ട കേന്ദ്രമാക്കിയാണ് ഇന്ത്യ ഭരിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു അക്കാലത്ത് ബംഗാൾ. ലണ്ടൻ കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായിരുന്നു അന്ന് കൊൽക്കത്ത. ഇന്ത്യയുടെ നിർമ്മാണ മേഖലയിലെ ഏകദേശം 35% തൊഴിലാളികളും ബംഗാളിലായിരുന്നു അക്കാലത്ത് ജോലി ചെയ്തിരുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം കൂടിയായിരുന്നു കൊൽക്കത്ത. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 1960കളിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരത ബംഗാളിൽ വ്യാപിച്ചു. കമ്മ്യൂണിസ്റ്റുകാരുടെ പിടിച്ചുപറിയും സമരങ്ങളും കാരണം നിരവധി വ്യവസായ സ്ഥാപനങ്ങൾക്ക് പൂട്ടുവീണു. അങ്ങനെ പൂട്ടിയ വ്യവസായ സ്ഥാപനങ്ങളിൽ പലതും മുംബൈയിലേക്ക് മാറി. അവിടെ തുടങ്ങി ബംഗാളിൻ്റെ തകർച്ച. തുടർച്ചയായി 33 കൊല്ലം ബംഗാളിനെ അടിച്ചമർത്തി കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചു. ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ ഡി ബന്ദോപാധ്യായയുടെ റിപ്പോർട്ട് അനുസരിച്ച് 55,408 കൊലപാതകങ്ങളാണ് 33 കൊല്ലം നീണ്ട ഇടതു ഭരണകാലത്ത് ബംഗാളിൽ നടന്നത്. ഇങ്ങനെ കൊല്ലപ്പെട്ടവർ സർക്കാരിൻ്റെയും പാർട്ടി നേതാക്കളുടെയും അഴിമതികളെയും തെമ്മാടിത്തരങ്ങളെയും ചൂണ്ടിക്കാണിച്ചവരായിരുന്നു. അവരിൽ പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ടവരുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്, സാധാരണക്കാരായ ആളുകൾ പോലുമുണ്ട്. 1997 അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ 1977 മുതൽ 1996 വരെയുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ഈ കാലയളവിൽ 28,000 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ്. 25 കൊല്ലം കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിന്ന ത്രിപുരയുടെ അവസ്ഥയും ഇതുതന്നെയായിരുന്നു. 20,000-ഓളം സാധാരണ മനുഷ്യരെയാണ് അവിടെ കമ്മ്യൂണിസ്റ്റുകാർ ത്രിപുരയിൽ കൊന്നു തള്ളിയത്. കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിലിരുന്ന് തള്ളുന്നുണ്ടല്ലോ, കേരളത്തിൻ്റെ വികസനവും നവോത്ഥാനവുമൊക്കെ ഇവർ കാരണമാണ് ഉണ്ടായതെന്ന്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇവർ തുടർച്ചയായി 35ഉം 25ഉം കൊല്ലം ഭരിച്ച ബംഗാളും ത്രിപുരയും ഇന്ന് സിംഗപ്പൂരായി മാറുമായിരുന്നു. ത്രിപുരയിൽ ഭരണം മാറി. 2018 BJP അധികാരത്തിലെത്തിയ ശേഷമാണ് ത്രിപുരയിലെ ജനങ്ങൾ ആദ്യമായി അവരുടെ നാട്ടിൽ ഒരു ഇലക്ട്രോണിക് ട്രാഫിക് സിഗ്നൽ കാണുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും. എന്നാൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൻ്റെ വികസനത്തിൽ അന്തം കമ്മികൾക്ക് ഒരു റോളുമില്ല എന്നതാണ് വാസ്തവം. തിരുവിതാംകൂറിൽ 1883 തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമായിരുന്നു. ഇവിടെ സ്കൂളുകളും കോളേജുകളും അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ സഹായങ്ങൾ നൽകിയത് നാട് ഭരിച്ച രാജാക്കന്മാരാണ്. കോട്ടയം ചെറിയ സെമിനാരിയിൽ ഇതിൻ്റെ ചരിത്രരേഖകൾ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ രാജ്യത്തിൻ്റെ സാക്ഷരതാ നിരക്ക് 12% എങ്കിൽ കേരളത്തിൻ്റേത് 50%-അടുത്തായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ വിദ്യാഭ്യാസത്തിന് നമ്മുടെ നാട്ടിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു എന്ന്, പ്രാധാന്യം നൽകിയിരുന്നു എന്ന്. ബംഗാളിലെ പോലെ കേരളത്തിലെയും എത്രയോ സ്ഥാപനങ്ങൾ ഇവർ കൊടി പിടിച്ച് പൂട്ടിച്ചു. ഇവറ്റകളെ പേടിച്ച് ആരും കേരളത്തിൽ ഒരു സ്ഥാപനവും തുടങ്ങാത്ത അവസ്ഥയിലേക്കെത്തി. കേരളവും ബംഗാളിനെ പോലെ വ്യവസായികളുടെ ശവപ്പറമ്പായി മാറി. ബംഗാളിനെ പോലെ കേരളം ആകാതിരുന്നതിന് ഒരേ ഒരു കാരണം 1960കളുടെ അവസാനം തുടങ്ങിയ ഗൾഫ് കുടിയേറ്റമാണ്. അല്ലെങ്കിൽ ബംഗാളിനെ പോലെ കേരളവും നരകമായി മാറുമായിരുന്നു. കൊൽക്കത്തയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരത കാരണം വ്യവസായങ്ങളൊക്കെ മുംബൈയിലേക്കാണ് പോയത്. അവിടെയും ഇവന്മാർ കൊടിപിടിക്കാനും പിടിച്ചുപറിക്കാനും തുടങ്ങി. പക്ഷേ അവിടെ ബാൽ താക്കറെ എന്ന ഒരു അതികായനുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ മുംബൈയിൽ നിന്ന് മറാഠികൾ തല്ലിയോടിച്ചു. അതോടുകൂടിയാണ് മുംബൈയുടെ തലവര തന്നെ മാറിയത്. പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തതാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പാർട്ടി ബംഗാളിൽ ചെയ്യുന്നത്. കുറച്ച് മെച്ചമുണ്ടെന്ന് മാത്രം. ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇവന്മാർ പറയുന്ന ഗീർവാണമാണ് സഹിക്കാൻ പറ്റാത്തത്. ജനാധിപത്യത്തിൻ്റെ സംരക്ഷകരാണത്രേ തങ്ങൾ എന്നാണ് ഇവർ പറയുന്നത്. നാണമുണ്ടോ ഇവന്മാർക്ക്? ബംഗാളിൻ്റെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ ഇതൊക്കെ നമ്മൾ ഓർക്കേണ്ടതാണ്. സാംസ്കാരികവും ബൗദ്ധികവുമായ പൈതൃകം കൊണ്ട് സമ്പന്നമായ ഒരു ദേശമായിരുന്നു ബംഗാൾ. ബംഗാൾ ഇന്ന് ചിന്തിക്കുന്നത് നാളെ ഇന്ത്യ ചിന്തിക്കുന്നു എന്ന് പണ്ടുകാലത്തുള്ളവർ പറയുമായിരുന്നു അത്രേ. സ്വാമി വിവേകാനന്ദൻ്റെയും രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും നാട്. കലയിലും സാഹിത്യത്തിലും സ്വാതന്ത്ര്യ സമര രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ആത്മീയതയിലും ഒക്കെ ഇന്ത്യക്ക് വലിയ സംഭാവനകൾ നൽകിയ നാട്. ഒരിക്കൽ ഇന്ത്യയുടെ രാഷ്ട്രീയ തലസ്ഥാനവും സാമ്പത്തിക തലസ്ഥാനവുമായിരുന്ന നാട്.
ആ നാടാണ് കമ്മ്യൂണിസ്റ്റ് ഭരണം കൊണ്ട് തകർന്ന് തരിപ്പണമായി പോയത്. കമ്മ്യൂണിസം നിലനിന്നിരുന്ന ഒരു നാടും ഗതി പിടിച്ചിട്ടില്ല. വെസ്റ്റ് ജർമ്മനിയും റുമാനിയയും ഫിൻലാൻഡും ഒക്കെ ഉദാഹരണങ്ങളാണ്. കമ്മ്യൂണിസത്തിൻ്റെ ഈറ്റില്ലമായിരുന്ന സോവിയറ്റ് യൂണിയൻ എന്നൊരു നാട് പോലും ഇപ്പോൾ ഭൂപടത്തിലില്ല. അത്രയേറെ ഭീകരമാണ് കമ്മ്യൂണിസം. ശുദ്ധജലത്തിൽ ഒരിക്കലും കൂത്താടി വളരില്ല, അത് മലിനജലത്തിൽ മാത്രമേ ഉണ്ടാകൂ. അതുപോലെയാണ് കമ്മ്യൂണിസവും. സാമ്പത്തികമായും സാംസ്കാരികമായും ഉന്നതിയിലുള്ള ഒരു സമൂഹത്തിൽ കമ്മ്യൂണിസം ഒരിക്കലും നിലനിൽക്കില്ല. ഇക്കാര്യം ഏറ്റവും നന്നായി അറിയാവുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് തന്നെയാണ്. ഈ ഒരു തിരിച്ചറിവുള്ളതുകൊണ്ട് ഒരു നാടിനെ ഗതി പിടിക്കാൻ അവരൊരിക്കലും സമ്മതിക്കില്ല. വർഗീയതയും ദാരിദ്ര്യവും ഉയർത്തിക്കാട്ടിയാണ് അവർ അവരുടെ അണികളെ പിടിച്ചു നിർത്തുന്നത്. കൗമാരത്തെ ഏതെങ്കിലും കേസുകൾ കുടുക്കിയിടും. പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയിൽ ചെയ്യുന്ന ഏതൊരു കുറ്റകൃത്യത്തിനും പാർട്ടി കൂട്ടുനിൽക്കും. പിന്നെ അവന് രക്ഷപ്പെടുക അസാധ്യം. കേരളത്തിൽ നിന്ന് വ്യവസായ സ്ഥാപനങ്ങളെ കമ്മ്യൂണിസ്റ്റുകാർ കെട്ടുകെട്ടിക്കാൻ തന്നെ കാരണം ഇതാണ്. സാമ്പത്തികമായി മെച്ചപ്പെട്ടാൽ തങ്ങളുടെ കൊടി പിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ആളെ കിട്ടില്ലെന്ന് അവർക്ക് നന്നായി അറിയാം. പാർട്ടി എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ എന്ത് തെമ്മാടിത്തരവും ഇപ്പോഴത്തെ ആശ്രിതർ ചെയ്യും. പണ്ടൊക്കെ അണികളായിരുന്നു, ഇന്ന് അത് ആശ്രിതർ മാത്രമാണ്. മാറ്റമുണ്ടാകണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ തലയ്ക്ക് വെളിവുണ്ടാകണം. പക്ഷേ അത് കാക്ക മലർന്ന് പറക്കുന്നത് പോലെയും കോഴിക്ക് മുല വരുന്നത് പോലെയും ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് അതാത് നാട്ടിലെ ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകണം, അവർ പ്രതികരിക്കണം.